അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 14-ാമത് വചനം. ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും കീറിമുറിച്ച യേശുവിന്റെ ജന്മരേഖയാണ് ക്രിസ്തുമസ്. യേശു ഒരു മതവിഭാഗത്തിൻ്റെ അല്ല, മതം സ്ഥാപിക്കുവാൻ വന്നവനുമല്ല, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവാൻ വന്നതാണ്. മനുഷ്യന്റെ പാപമോചനത്തിനായി ദൈവം അനേകം പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും ഭൂമിക്ക് നൽകി. എന്നാൽ ജനം ആരെയും കൈക്കൊണ്ടില്ല. പാപത്തിന് മേൽ പാപം ഭൂമിയിൽ വർദ്ധിച്ചു കൊണ്ടിരുന്നു. ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്കായുള്ള പദ്ധതി ആലോചിച്ചു. ദാസരൂപം പൂണ്ട് വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത് വചനം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ഭൂമിയിലേക്ക് വന്നപ്പോൾ പത്രക്കാർ അദ്ദേഹത്തെ വളഞ്ഞു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ചന്ദ്രനിൽ കാലുകുത്തിയത് എത്ര വലിയ സത്യമാണ്? അങ്ങയ്ക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം കണ്ണീരോടെ മറുപടി പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ കാലുകുത്തിയത് വലിയ സത്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വലിയ സത്യമാണ് കോടാനുകോടി നക്ഷത്രങ്ങളെയും ആകാശഗോളങ്ങളെയും സൃഷ്ടിച്ച പിതാവായ ദൈവം ഈ ഭൂമിയിൽ ദാസരൂപം പൂണ്ട് ഭൂമിയിൽ തൻ്റെ പാദം ചവിട്ടിയത്. അതെ, യേശുവിൻ്റെ ജനനം ഒരു ചരിത്ര സത്യം തന്നെ. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. ലോകം അന്ധകാര നിബിഡമായി കിടക്കുമ്പോൾ പ്രകാശം പരത്തിക്കൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. യേശുവിൻ്റെ ജനനം ഭയത്തെ നീക്കുന്നു. ഭയപ്പെടേണ്ട എന്നാണ് ദൂതന്മാർ ആട്ടിടയരോട് പറയുന്ന ആദ്യത്തെ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് 2:10-11 വചനങ്ങൾ. രണ്ടാമതായി ദൂതന്മാർ പറയുന്ന ദൂത് സന്തോഷത്തിൻ്റെതായിരുന്നു. യേശു സർവജനത്തിനും മഹാസന്തോഷമായി വന്നു പിറന്നു. മൂന്നാമതായി ദൂതന്മാർ നൽകിയ ദൂത് രക്ഷയുടെ സന്ദേശമായിരുന്നു. യേശുവിൻ്റെ ജനനം ഭയത്തെ നീക്കുന്നു, മഹാസന്തോഷം തരുന്നു, ആത്മാവിന് രക്ഷ നൽകുന്നു. ക്രിസ്തുമസ് ക്രിസ്തുവിനെ മിസ് ചെയ്യുന്നതല്ല, ക്രിസ്തുവിനെ പുൽക്കൂട്ടിൽ അലങ്കരിക്കുന്നതും അല്ല, മധ്യത്തിലും ആഘോഷ കോലാഹലങ്ങളിൽ മുഴുകുന്നതും അല്ല. ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുന്നതാണ് ക്രിസ്തുമസ്. സത്രക്കാനിൽ യേശു ജനിച്ചില്ല, കാരണം അവൻ വാതിലുകളെ കൊട്ടിയടച്ചു. ഇന്ന് ക്രിസ്തുമസിന് ലോകം മുഴുവനും ആഘോഷ കോലാഹലങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തു ഹൃദയത്തിൽ ജനിച്ചുവോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശരീരമാകുന്ന ഭവനത്തിൽ യേശു വന്നു പിറന്നുവോ? സക്കായി യേശുവിനായി ഭവനം തുറന്നു കൊടുത്തു. യേശു ഭവനത്തിനുള്ളിൽ വന്നു. യേശുവിന് കടന്നു വരുവാൻ പറ്റാത്ത വിധം ഹൃദയം ബന്ധനങ്ങളിലാണോ? ആ ബന്ധനങ്ങൾ അഴിക്കുവാനാണ് യേശു വന്നത്. ലോകമോഹങ്ങൾ കണ്ണിനെ കുരുടാക്കിയിട്ടുണ്ടോ? അവർക്ക് കാഴ്ച നൽകുവാനാണ് യേശു വന്നത്. യേശു കൊട്ടാരം തേടി പോയില്ല. സ്വർഗമഹിമ വെടിഞ്ഞ് സാധാരണക്കാരനായി വെറും വഴിയരികിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ജനനം ഉണ്ടായത്. ഈ യേശുവിനെ അറിഞ്ഞുവോ? ഈ യേശുവിനെ നാം രുചിച്ചു നോക്കിയോ? യേശുവിനെ അറിയുന്നതാണ് യഥാർത്ഥ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. യേശുവിനെ അനുഭവിച്ചറിയുന്നത്, രുചിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. നാം സ്വന്തം മഹിമകൾ വെടിഞ്ഞ് താഴ്ന്നവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അവരൻ്റെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖങ്ങളായി ഏറ്റെടുക്കുമ്പോൾ അതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അവിടെ ക്രിസ്തു ജനിക്കുന്നു. യേശുവിനെ അനുഭവിച്ചറിയുന്നതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തുമസ്. അങ്ങനെയുള്ളവരിൽ സ്നേഹവും സന്തോഷവും സമാധാനവും കടന്നു വരും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം,
ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com